അമ്പാടി ഒരു കഥ സ്ഥലട്ടമ്മ മലമുകളിലേക്ക് വലിയ കല്ലുകൾ ഉരുട്ടിക്കയറ്റുക, കല്ല് മുകളിലെത്തിയാൽ താഴോട്ടിട്ട് കൈകൊട്ടി ആർത്തിച്ചിരിക്കുക. കല്ല് മുകളിലേക്ക് എത്തിക്കാൻ വളരെ പ്രയാസം. കല്ല് താഴേക്ക് ഉരുണ്ടുരുണ്ട് പോകുന്നത് കാണാൻ നല്ല രസം. എന്നും അതിരാവിലെ മുതൽ ഉച്ചവരെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് ആരാണെന്നല്ലേ? ആളാണ് നാറാണത്ത് ഭ്രാന്തൻ. ഭിക്ഷ എടുത്താണ് നാറാണത്ത് ഭ്രാന്തൻ ജീവിച്ചിരുന്നത്. ഭിക്ഷ അയച്ചു കിട്ടുന്നത് മുഴുവൻ അന്നന്ന് അന്തി മയങ്ങുമ്പോൾ സ്വയം പാചകം ചെയ്യും. സ്വയം പാചകം ചെയ്തേ അദ്ദേഹം കഴിക്കും. ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ അന്തി ഉറങ്ങും. നേരം വെളുക്കുന്നതോടെ പുറപ്പെടും. എന്തിനാ? മലയിൽ കള്ളുരുട്ടിക്കയറ്റുന്ന പണി ആരംഭിക്കണമല്ലോ. ഒരു ദിവസം വൈകുന്നേരം നാറാണത്ത് ഭ്രാന്തൻ എത്തിപ്പെട്ടത് ഒരു ശ്മശാനത്തിലാണ്. അപ്പോൾ ഒരു ശവദാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ധാരാളം വിറക് കൊള്ളികളും തീയും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത് തന്നെ കിണറും. പാചകത്തിന് നല്ല സൗകര്യമായതിനാൽ അന്ന് അവിടെ തങ്ങാം എന്ന് വിചാരിച്ച് കല്ലുകളെടുത്ത് അടുപ്പ് കൂട്ടി. പാത്രവും വെള്ളവുമായി പാചകം തുടങ്ങി. ഇടത് കാലിന്മേൽ മന്തുള്ളതിനാൽ ആ കാല് അടുപ്പ് കല്ലിന്മേൽ കയറ്റി വെച്ചു. തീ കാഞ്ഞുകൊണ്ടിരിപ്പായി. ഇരുട്ട് വ്യാപിച്ചു. ഭീകരമായ കാലച്ചകളും അട്ടഹാസങ്ങളും ആഭരണങ്ങളുടെ കിലുക്കവും കേൾക്കാൻ തുടങ്ങി. ചുടല ഭദ്രകാളി ഭൂതപ്രേത പിശാചുകളുടെ അകമ്പടിയോടെ ശ്മശാനത്തിലേക്ക് വരികയാണ്. തങ്ങളുടെ വരവ് കണ്ടിട്ടും അല്പം പോലും പേടി കൂടാതെ തീ കാഞ്ഞിരിക്കുന്ന ആളെ കണ്ട ചുടല ഭദ്രകാളിക്ക് അത്ഭുതമായി. ഭദ്രകാളി, ആരാണ് ഇവിടെ ഇരിക്കുന്നത്? വേഗം എഴുന്നേറ്റ് പോവുക. നാറാണത്ത് പറഞ്ഞു, ആരാണ് ഇരിക്കുന്നത് കാണുന്നില്ലേ? ഇപ്പൊ പോകാൻ മനസ്സില്ല. ഭദ്രകാളി, എന്നാൽ നിന്നെ ഞങ്ങൾ പേടിപ്പിക്കും. നാറാണത്ത് ഭ്രാന്തൻ, ഞാൻ പേടിച്ചില്ലെങ്കിലും. ഭദ്രകാളിക്കും കൂട്ടർക്കും കോപം വന്നു. അവർ നാറാണത്ത് ഭ്രാന്തൻ ചുറ്റും ഭീകര നൃത്തം തുടങ്ങി. തീക്കട്ട പോലുള്ള തുറിച്ച കണ്ണുകൾ, ചോരയൊലിക്കുന്ന നാവുകൾ, വെളുത്ത ദ്രഷ്ട എന്നിവ കാണിച്ചുകൊണ്ട് അലറി വിളിച്ചു. നാറാണത്ത് ഭ്രാന്തൻ ഇതെല്ലാം കണ്ട് രസിച്ച് ഇളം ചെയ്യുവോളം തീ കാണുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ഭയമില്ലാതിരിക്കുന്ന ആൾ സാധാരണക്കാരനല്ലെന്ന് ചുടല ഭദ്രകാളിക്ക് മനസ്സിലായി. ആളറിയാതെയാണ് പറഞ്ഞതും പെരുമാറിയതും. ഞങ്ങളോട് കൃപ തോന്നി ഇവിടെ നിന്ന് മാറിത്തരണം. ഞങ്ങൾ ചുടല നൃത്തം ചെയ്യാൻ വന്നതാണ്. അത് മനുഷ്യർ കണ്ടുകൂടാ. ഭദ്രകാളി തൊഴുതുകൊണ്ട് പറഞ്ഞു. നാറാണത്ത് ഭ്രാന്തൻ, നിങ്ങൾ നൃത്തം ചെയ്തോളി. അതിന് ഞാൻ പോകുന്നത് എന്തിനാണ്? ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഭദ്രകാളി, മനുഷ്യർ കാണേ നൃത്തം ചെയ്യാൻ പാടില്ല. നാറാണത്ത് ഭ്രാന്തൻ, എന്നാ നൃത്തം നാളെ മതി. ഭദ്രകാളി, അയ്യോ അങ്ങനെ പറയരുത്. ഒരു നിലയ്ക്കും ഈ മനുഷ്യനെ പറഞ്ഞയക്കാൻ കഴിയുകയില്ല എന്ന് ഭദ്രകാളിക്കും സംഘത്തിനും തോന്നിത്തുടങ്ങി. അവർ തന്നെത്താൻ ഒഴിഞ്ഞു പോകാൻ തീർച്ചയാക്കി. ഭദ്രകാളി, ഞങ്ങൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാം. എന്നാൽ മനുഷ്യരെ കണ്ടാൽ അവരെ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ വേണം. അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു അനുഗ്രഹം ആവശ്യപ്പെടണം. നാറാണത്ത് ഭ്രാന്തൻ, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, പോയിക്കോളും. ഭദ്രകാളി, ദയ വിചാരിച്ച് എന്തെങ്കിലും അനുഗ്രഹം ചോദിക്കണം. നാറാണത്ത് ഭ്രാന്തൻ, എൻ്റെ ആയുസ് ഒരു ദിവസം നീട്ടിക്കിട്ടണമെന്നുണ്ട്, അത് ചെയ്തു തരണം. ഭദ്രകാളി, അയ്യോ അത് ഞങ്ങൾക്ക് പറ്റില്ല. നാറാണത്ത് ഭ്രാന്തൻ, എന്നാൽ ആയുസിൽ നിന്ന് ഒരു ദിവസം കുറച്ചു തരണം. ഭദ്രകാളി, ക്ഷമിക്കണം, അതിനുള്ള ശക്തിയും ഞങ്ങൾക്കില്ല. നാറാണത്ത് ഭ്രാന്തൻ, ഇതാണ് ഞാൻ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞത്, പോയിക്കോളൂ. ഭദ്രകാളി, എന്തെങ്കിലും അനുഗ്രഹം തരാതെ ഞങ്ങൾ പോകില്ല. നാറാണത്ത് ഭ്രാന്തൻ, ആട്ടെ, എന്നാൽ ഇടത് കാലിലെ മന്ത് വലത് കാലിലാകട്ടെ, അതിലനുഗ്രഹിച്ചോളൂ. ചുടല ഭദ്രകാളിക്ക് ആശ്വാസമായി. ആവശ്യപ്പെട്ട അനുഗ്രഹവും കൊടുത്ത് ഭദ്രകാളി സംഘവും പോയി. നാറാണത്ത് ഭ്രാന്തന്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലായി. ഇളം ചിരിയോടെ മൂപ്പർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ യാത്ര ആരംഭിച്ചു. മലയുടെ താഴ്വാരത്തിൽ നിന്നും കള്ളുരുട്ടി കേട്ടാൽ ആരംഭിച്ചു.